ബജാജ് ഫിനാൻസിൻ്റെ പേഴ്സണൽ ലോണാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഓൾറെഡി ബജാജ് ഫിനാൻസിൻ്റെ പ്രൊഡക്റ്റ് കോമൺലി എടുത്തിരിക്കുന്ന ആൾക്കാരാവാനാണ് സാധ്യത കൂടുതൽ. കാരണം മിക്ക ആൾക്കാർ ഒരു EMI കാർഡും അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ്സൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ടെന്യൂർ കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 20,000 രൂപ മുതൽ 50 ലക്ഷം വരെയുള്ള ലോണാണ് ബജാജ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കേസ് നമ്മൾ നോക്കുമ്പോൾ ടെന്യൂർ 12 മന്ത് തൊട്ട് നമുക്ക് 96 മന്ത് വരെ നമുക്ക് ടെന്യൂർ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആൾക്കാർ എടുക്കുന്ന ഒരു 24 മന്ത് EMI അല്ലെങ്കിൽ 36 മന്ത് ഒക്കെ ആയിരിക്കും മാക്സിമം എടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞൊരു കേസിലാണ് നമുക്ക് ഇതിൻ്റെ EMI നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ടി വരിക. നമുക്കിതിൻ്റെ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 21 വയസ്സ് മുതൽ 80 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഈ ലോൺ പെട്ടെന്ന് അപ്രൂവ് ആകാനായിട്ട് ചാൻസ് കൂടുതൽ. ബട്ട് നിങ്ങൾ ഓൾറെഡി ബജാജ് ഫിനാൻസിൻ്റെ കാർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. പ്രോസസ്സിംഗ് ഫീസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. 3.93% അടുത്താണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ലോൺ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് എടുക്കാനായിട്ട് മാക്സിമം നോക്കുക.